ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വരുൺ ആറ്റുവാശ്ശേരിയിലേക്ക് വന്നെത്തിയതും വാതിൽക്കൽ നിന്ന് സുകുമാരി ചോദിച്ചു, എന്താ എന്താ നീ വന്നത്? എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് തന്നെയാണോ എന്നും വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ വരുൺ പറഞ്ഞു, അതെ, എല്ലാം ഞാൻ അച്ഛനോട് പറയുക തന്നെ ചെയ്യും. അത് കേട്ട ഉടൻ വരുണ നേരെ ദേഷ്യത്തോടെ പറയുകയാണ്, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ, അതാണ് നിനക്ക് നല്ലത്. ഇവിടെ വന്ന് എന്തെങ്കിലും അനാവശ്യമായിട്ട് പറയാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഇവിടുന്ന് കിട്ടാൻ പോകുന്ന അനുഭവം അതായിരിക്കില്ല. ഈ നിമിഷം തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കൂ, ഇല്ല ഞാൻ നിന്നെ അടിച്ചിറക്കും എന്ന് സുകുമാരി ഭീഷണിപ്പെടുത്തുന്നത് കേട്ട് ഉടനെ വരുൺ പറഞ്ഞു, അതെ, നിങ്ങളുടെ ഇത്തരം ഭീഷണികളൊക്കെ കേട്ട് ഇവിടുന്ന് പിന്തിരിഞ്ഞു പോകുന്നവരുണ്ടാവും. പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. ഞാൻ അങ്ങനെ പോകാനും വന്നതല്ല. അതുകൊണ്ട് ഇവിടേക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടേ പോകൂ എന്ന് പറഞ്ഞ് അവരുടെ കയറാൻ ഒരുങ്ങുമ്പോൾ താഴേക്ക് വേഗം യശോദ എത്തി. യശോദ വന്ന് വരുണിനോട് ചോദിച്ചു, എന്താ മോനെ, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതെ, ഇവൻ എല്ലാ സത്യങ്ങളും ഇവിടെ വന്ന് പറയാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇവന് ഇപ്പൊ തന്നെ ദേവനോടെല്ലാം പറയണമെന്ന്. അങ്ങനെ ദേവന്റെ മുന്നിൽ വന്ന് സത്യങ്ങൾ വെളിപ്പെടുത്താനായിട്ടുള്ള വരവാണ്. അത് നമ്മൾ അനുവദിച്ചു കൊടുക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും പ്രിയങ്കമുള്ള ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ദേഷ്യത്തോടെ സുകുമാരി പറഞ്ഞു. അത് കേട്ട ഉടനെ വരുൺ പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ അമ്മേ? എൻ്റെ രാധികയുടെയും ജീവിതം, ഞങ്ങളുടെ ജീവിതം ഞങ്ങളായിട്ട് തകർത്ത് കളയണോ? അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ കാര്യത്തിൽ ഇവരിങ്ങനെയൊക്കെ പറയുകയുള്ളൂ. ഇത്രയും വേഗം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഞാൻ കണ്ടെത്തുമെന്ന് വരുൺ പറയുമ്പോൾ യശോദയോട് സുകുമാരി പറഞ്ഞു, ചൂലെടുത്തോണ്ട് വന്നേ യശോദേ, ഇവനെ അടിച്ചിറക്കി വിടുന്ന എന്ന് പറഞ്ഞു. അത് കേട്ടതും യശോദ ചോദിച്ചു, അമ്മ ആരോടെ ഈ പറയുന്നത് എന്ന് അമ്മയ്ക്ക് വല്ല ബോധവും ഉണ്ടോ എന്ന് ചോദിച്ചു. വരുൺ ദേഷ്യത്തോടെ സുകുമാരിയെ നോക്കുമ്പോൾ യശോദ വരുണിനോട് പറഞ്ഞു, മോൻ ക്ഷമിക്കണം. അത് മുത്തശ്ശി അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ വരുൺ പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലമ്മേ. ഇതുപോലെയുള്ള മുത്തശ്ശിമാർ എല്ലായിടത്തും ഉണ്ടാകും. അവര് ഇതല്ല ഇതിലപ്പുറവും പറയും. കാരണം വളർന്നു വന്നപ്പോൾ കേട്ടുപഠിച്ചിട്ടുള്ള കഥകളിൽ ഇതുപോലെയുള്ള കള്ളക്കളവിനും ഒക്കെ ധാരാളമുണ്ട്. ഓരോ കുടുംബത്തെയും തകർക്കുകയും ആ കുടുംബത്തെ നിയന്ത്രിച്ച് ആ കുടുംബത്തിന്റെ നാശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന പല ജന്മങ്ങൾ. അതുപോലെ തന്നെ ഞാൻ ഇവരെ കണ്ടിട്ടുള്ളൂ എന്ന് വരുൺ അറിയിച്ചു. എന്തായാലും എനിക്കിത് അച്ഛനോട് പറയാതിരിക്കാനാവില്ല. ഇനിയും രാധികയുടെയും എൻ്റെയും ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നത് നോക്കി നിൽക്കാനും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരിയമ്മേ, ഞാൻ ഇക്കാര്യം അച്ഛനോട് പറഞ്ഞേ തീരൂ എന്ന് പറഞ്ഞ് വരുൺ അകത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും സുകുമാരി വല്ലാത്ത ടെൻഷനിലായി. കുറച്ചു നേരത്തേക്ക് സുകുമാരി അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. ഉടനെ സുകുമാരി പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിച്ചു, ഇനി മോളെ, ഇവിടെ ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് വരുൺ അകത്തേക്ക് ചെന്നിട്ട് അച്ഛാ എന്ന് വിളിച്ചു. ദേവനാരായണൻ അരികിലേക്ക് അപ്പോഴേക്കും എത്തി. എന്താ മോനെ എന്ന് ചോദിച്ചു. ഉടനെ വരുൺ ആകെ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി. സുകുമാരിയും യശോദയും ആകെ ഭയന്ന് നിൽക്കുമ്പോൾ യശോദ വേണ്ട മോനെ എന്ന് തലകുലുക്കി കാട്ടുമ്പോൾ അതൊന്നും കണ്ടില്ല എന്ന ഭാവത്തിൽ തന്നെ വരുൺ തന്റെ കയ്യിലിരുന്ന ആ താലി പോക്കറ്റിൽ നിന്ന് ഉയർത്തിയെടുത്തു. എന്നിട്ട് അത് ദേവനാരായണന്റെ മുന്നിൽ കൊണ്ടുചെന്ന് കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഈ താലി ഓർമ്മയുണ്ടോ? അപ്പോഴാണ് സുകുമാരി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്, ഒരേപോലെയുള്ള താലി എത്ര എണ്ണം ഉണ്ട്? അതിപ്പോ എല്ലാം ഓർത്തിരിക്കണം എന്നുണ്ടോ എന്ന് സുകുമാരി ചോദിക്കുമ്പോൾ ദേവനാരായണന്റെ നേരെ നോക്കി വരുൺ പറഞ്ഞു, അച്ഛന് ഈ താലി ഓർമ്മയുണ്ടോ? ദേവനാരായണൻ അപ്പോഴേക്കും വരുണിന്റെ കയ്യിലിരിക്കുന്ന ആ താലി ഒന്ന് പിടിച്ചു. എന്നിട്ട് അതിലേക്ക് നോക്കി. അതിനുശേഷം ദേവനാരായണൻ പറഞ്ഞു, ഇത് ഇത് പ്രിയങ്കമ്മളുടെ താലിയല്ലേ എന്ന് ചോദിച്ചു. ഉടനെ വരുൺ പറഞ്ഞു, ആണോ? ഈ താലി അണിയാനുള്ള യോഗ്യത പ്രിയങ്കയ്ക്കുണ്ടോ അച്ഛാ എന്ന് വരുൺ സംശയത്തോടെ ചോദിക്കുമ്പോൾ ദേവനാരായണൻ ആകെ അതിശയപ്പെട്ട് നോക്കുകയാണ്. ആശങ്കയോടെ ദേവനാരായണൻ നോക്കി നിൽക്കുന്നത് കണ്ട് വരുൺ പറഞ്ഞു, അച്ഛൻ പറ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറ എന്ന് പറഞ്ഞു. ഉടനെ ദേവനാരായണൻ എന്തു പറയണമെന്നറിയാതെ അതിശയത്തോടെ നോക്കുമ്പോൾ വീണ്ടും വരുൺ പറഞ്ഞു, അച്ഛാ, ഈ മാല അണിയാനുള്ള, ഈ താലി അണിയാനുള്ള യോഗ്യത പ്രിയങ്കയ്ക്കാണോ ഉള്ളത്? അച്ഛന് അറിയില്ലേ എന്ന് അന്വേഷിച്ചു. ദേവനാരായണൻ എന്തു പറയണമെന്നറിയാതെ സംശയപ്പെട്ടങ്ങ് നിൽക്കുമ്പോൾ വരുൺ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയെ വേണം, എനിക്ക് രാധികയെ കാണണം, രാധിക എവിടെ എന്ന് ചോദിച്ചു. ദേവനാരായണനാകെ അതിശയപ്പെട്ട് നോക്കുമ്പോൾ വരുൺ പറഞ്ഞു, ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണെവിടെയെന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞു. ഉടനെ ദേവനാരായണനാകെ അന്തിച്ചു നിൽക്കുകയാണ്. ഞെട്ടലോടെ ദേവനാരായണൻ ചോദിച്ചു, വരുൺ മോനെ, നീ എന്താ ഈ പറഞ്ഞത്? നീ താലി കെട്ടിയത് രാധിക മോളെയാണെന്നോ എന്ന് സംശയത്തോടെ ചോദിക്കുന്നു. ഉടനെ വരുൺ ചോദിച്ചു, അല്ല, ഇക്കാര്യം അച്ഛൻ അറിഞ്ഞൂടെ എന്ന് വരുൺ ദേവനാരായണനെ സംശയത്തോടെ ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിക്കുകയായിരുന്നില്ലേ എന്ന വരുണിന്റെ ചോദ്യം കേട്ട് ദേവനാരായണനാകെ അന്തിച്ചു നിൽക്കുകയാണ്. തൊട്ടടുത്ത് നിന്ന യശോദയെ നോക്കി വരുൺ ചോദിച്ചു,
അമ്മേ, അച്ഛൻ അറിയില്ലായിരുന്നോ ആ സത്യം എന്ന് ദേവനാരായണനോട് നേരെ നോക്കിയിട്ട് യശോദയുടെ നേരെ ഒരു ചോദ്യം വരുൺ ഉന്നയിക്കുമ്പോൾ യശോദ ആകെ തല കുമ്പിട്ട് നിന്നു. ദേവനാരായണൻ പറഞ്ഞു, യശോദേ, എന്താ മോനീ പറഞ്ഞത്? നിന്റെ നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ യശോദേ, എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ദേവനാരായണൻ യശോദയോട് അന്വേഷിച്ചു. യശോദ ഒന്നും മിണ്ടാതെ വീണ്ടും തലകുമ്പിട്ട് നിൽക്കുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു, യശോദേ, എനിക്കറിയണം, യഥാർത്ഥ സത്യം അറിയണം എന്ന് പറയുമ്പോൾ സുകുമാരി പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിച്ചു. എടി മോളെ, ഇവിടെ ആകെ പ്രശ്നമാണ്. വരുൺ ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാ സത്യങ്ങളും ദേവനോട് പറയുമെന്ന് പറഞ്ഞാ നിൽക്കുന്നത് എന്ന് പറഞ്ഞത്. ഉടനെ അത് കേട്ട ആ നിമിഷം തന്നെ പ്രിയങ്ക പറഞ്ഞു, മുത്തശ്ശി, ഞാൻ അങ്ങോട്ട് വരിക. എനിക്ക് അറിയാമായിരുന്നു, ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. വരുണ്ട വരവ് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ വീടെത്താറായി എന്ന് പറഞ്ഞ് വേഗം ഓട്ടോ ഡ്രൈവറോട് സ്പീഡിൽ വണ്ടി ഓടിക്കാനായിട്ട് പ്രിയങ്ക അറിയിച്ചു. ഉടനെ പ്രിയങ്ക ആശങ്കയോടെ ആറ്റുവാശ്ശേരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ വരുണിന്റെ മറുപടി കേട്ട് ആകെ അന്തിച്ചു നിൽക്കുകയാണ് ദേവനാരായണൻ. ദേവനാരായണൻ യശോദയോടും സുകുമാരിയോടും ചോദിച്ചു, എന്താ എന്താ യശോദ സംഭവിച്ചത്? സത്യമാണോ എന്ന് ചോദിച്ചു. യശോദ ഒന്നും മിണ്ടാനാകാതെ തല മുമ്പിട്ട് നിൽക്കുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു, എനിക്കറിയാം, സത്യം പറയിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ് ദേവനാരായണൻ യശോദയെ പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ ഭഗവാന്റെ മുന്നിലേക്ക് എത്തി. അവിടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദേവനാരായണൻ പറഞ്ഞു, യശോദേ, നീ ഇത്രയും കാലം എൻ്റെ കൂടെ ജീവിച്ചതും എന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നതും സത്യമാണെങ്കിൽ ഇപ്പോ ഇവിടെ വെച്ച് എന്നോട് സത്യം തുറന്നു പറയണം. വരുൺമോൻ പറഞ്ഞതെല്ലാം സത്യമാണോ? ആ ചോദ്യത്തിന് മറുപടി പറയാനില്ലാതെ അങ്ങനെ അതിശയപ്പെട്ട് യശോദ നിൽക്കുമ്പോൾ ദേവനാരായണൻ ചോദിച്ചു, യശോദേ, ഞാൻ ചോദിച്ചതിന് മറുപടി ഉണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ തല തല്ലി ചാകുന്നതാണോ നിങ്ങൾക്ക് കാണേണ്ടത് എന്ന് ചോദിച്ചു. ഉടനെ യശോദ മനസ്സിൽ ചില കണക്കൂട്ടലുകൾ എന്നോണം മനസ്സിലെ എല്ലാ ആശങ്കകളും ഒഴിച്ച് ഒരു തീരുമാനത്തിൽ ഉറച്ചു. എന്നിട്ട് തല ഉൽക്കൊണ്ട് പറഞ്ഞു, അതെ, സത്യമാണ്. ആ വാക്ക് കേട്ടതും ദേവനാരായണൻ ഞെട്ടി. ഉടനെ യശോദയുടെ ആ മറുപടി കേട്ട് സുകുമാരിയും ആശങ്കപ്പെട്ടു. പിന്നീട് ആ വിവാഹ ദിവസം നടന്ന സംഭവങ്ങളെല്ലാം യശോദ വിവരിച്ചു. അന്ന് പ്രിയങ്ക സിനിമ ഷൂട്ടിങ്ങിന് പോയതും പ്രിയങ്കയ്ക്ക് പകരമായി രാധികയെ സ്റ്റേജിലേക്ക് അണിയിച്ചൊരുക്കി നിർത്തിയതും പിന്നീട് പ്രിയങ്ക മടങ്ങി എത്തുന്നതിന് മുൻപേ രാധികയെ മണ്ഡപത്തിലേക്ക് ആനയിച്ചതും അവിടെ വിവാഹത്തിനായി രാധികയെ കൊണ്ടു ചെന്നിരുത്തുകയും വരണ്ട താലി രാധികയുടെ കഴുത്തിൽ അണിയിക്കുകയും അതിനുശേഷം തിരികെ വന്നു നിൽക്കുമ്പോൾ പ്രിയങ്ക ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയതും അവിടെ പ്രോഗ്രാമിനായി വന്നെത്തിയതും പ്രോഗ്രാമിൽ നിന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് വേഗം തന്നെ തിരിച്ച് ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് തിരികെ മണ്ഡപത്തിലേക്ക് എത്തിയതും അപ്പോഴേക്കും വിവാഹം കഴിഞ്ഞെങ്കിലും ഇനി ആ താലി അണിയാനുള്ള അവകാശം തനിക്കാണെന്ന് പറഞ്ഞ് പ്രിയങ്ക ബഹളം വെച്ചതും രാധിക തന്റെ കഴുത്തിലെ താലി ഊരി കൊടുക്കാനാകാതെ പൊട്ടിക്കരഞ്ഞതുമായിട്ടുള്ള നിമിഷങ്ങൾ എല്ലാവർക്കും മുന്നിൽ സത്യം തുറന്നു പറയാൻ തയ്യാറായ യശോദയുടെ വാ മൂടിക്കെട്ടാനും സുകുമാരി മുന്നിട്ടിറങ്ങിയതും രാധിക എന്ന ഒരു അനാഥ പെണ്ണിനെ ആ കണിമംഗലത്തുകാർ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഒന്നും മിണ്ടാനാകാതെ യശോദ നിന്നും അവസാനം പ്രിയങ്കയുടെയും യശോദയുടെയും പ്രിയങ്കയുടെയും സുകുമാരിയുടെയും തീരുമാനത്തിന് യശോദയെ അവർ നിർബന്ധിതയാക്കുകയും ചെയ്ത കാര്യങ്ങളെല്ലാം ദേവനാരായണന്റെ ജീവൻ ആപത്തുണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി സുകുമാരി പ്രിയങ്കയെ വരുണിനൊപ്പം പറഞ്ഞയച്ചതുമൊക്കെ യശോദ സങ്കടത്തോടെ അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം വരുൺ പറഞ്ഞു, അച്ഛാ, ഞാൻ സ്നേഹിച്ചതും ഞാൻ ഇഷ്ടപ്പെട്ടതും രാധികയായിരുന്നു. രാധികയെ വിവാഹം ആലോചിക്കാനായിരുന്നു എൻ്റെ വീട്ടുകാർ ഇവിടേക്ക് പറഞ്ഞയച്ചത്. പക്ഷേ അവിടെയും അവർക്ക് അബദ്ധം സംഭവിച്ചു. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും രാധികയെ മാത്രമാണ് അച്ഛാ. ഒരിക്കലും പ്രിയങ്കയെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. പ്രിയങ്കയെ എനിക്ക് സ്നേഹിക്കാനും ആവില്ല. അതുകൊണ്ട് തന്നെ അച്ഛനോട് എൻ്റെ അപേക്ഷയാണ്. നീതിമാനായ അച്ഛൻ എൻ്റെ അപേക്ഷ സ്വീകരിക്കണം. എനിക്ക് എൻ്റെ ഭാര്യയെ വേണം, എനിക്ക് എൻ്റെ രാധികയെ വേണം എന്ന് പറഞ്ഞ് വരുൺ കൈകൂപ്പിക്കൊണ്ട് ദേവനാരായണനോട് അപേക്ഷിച്ചിട്ട് അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ സുകുമാരി പറഞ്ഞു, ദേവ, ഇവനോട് പോകാൻ പറ, ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചാൽ പോരെ എന്ന് സുകുമാരി പറയുമ്പോഴാണ് ദേവനാരായണൻ പറഞ്ഞത്, എല്ലാം എനിക്കറിയണം. ഇവിടെ വരുണിന്റെ മുന്നിൽ വെച്ച് തന്നെ എല്ലാ സത്യങ്ങളും തനിക്ക് അറിയണമെന്ന ദേവനാരായണന്റെ ഭാഷയ്ക്ക് മുന്നിൽ അവസാനം സത്യങ്ങൾ തുറന്നു പറയാൻ യശോദ തയ്യാറായത്. എല്ലാം വേദനയോടെ കേട്ടു നിന്ന ദേവനാരായണൻ ആകെ സങ്കടത്തോടെ ചോദിച്ചു, ശരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ ആരാണ്? അപ്പോഴേക്കും വരുൺ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാ സത്യങ്ങളും യശോദ വെളിപ്പെടുത്തുമ്പോൾ അത് കേട്ടുകൊണ്ടാണ് പ്രിയങ്ക അവിടേക്ക് എത്തിയതും. പ്രിയങ്കയും ആകെ ഞെട്ടലോടെ അതെല്ലാം കേട്ടു നിന്നു. അപ്പോ പുറത്തേക്ക് ഇറങ്ങിപ്പോയ വരുൺ പോയതിനു ശേഷം ദേവനാരായണൻ സുകുമാരിയോടും യശോദയോടും ചോദിച്ചു, എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു. പ്രിയങ്കയെ വരുണിനൊപ്പം പറഞ്ഞയക്കുമ്പോഴും പ്രിയങ്കയുടെ കൂടെ വരുണിനെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോഴുമൊക്കെ
യഥാർത്ഥത്തിൽ രാധിക മോളുടെ കഴുത്തിൽ താലി കെട്ടിയത് വരുണാണെന്നും രാധികയാണ് വരുണിന്റെ ഭാര്യ എന്നുമുള്ള സത്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു അല്ലെ? എന്നിട്ട് എനിക്ക് ഈ വീട്ടിൽ എന്ത് സ്ഥാനമാണ് ഉള്ളത്? വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടിയോടും പൂച്ചക്കുട്ടിയോടും ഒക്കെ അവർ വിശേഷങ്ങൾ വെറുതെയെങ്കിലും പറയാറുണ്ട്. എന്നാൽ ആ ഒരു സ്ഥാനം പോലും നിങ്ങൾ എനിക്ക് ഈ വീട്ടിൽ തന്നില്ലല്ലോ. എല്ലാം എന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചില്ലേ? ഒന്നും എന്നോട് വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ നിങ്ങൾ. ഒരു കാര്യവും എന്നോട് പറയാൻ നിങ്ങൾ കൂട്ടാക്കിയില്ലല്ലോ എന്ന് വേദനയോടെ ദേവനാരായണൻ ചോദിച്ചു. ശരിക്കും ഈ വീട്ടിലുള്ള എന്റെ സ്ഥാനം എന്താണ് എന്ന് ചോദിച്ച് ദേവനാരായണൻ സങ്കടപ്പെടുകയും, സത്യത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയത് എത്ര വലിയ പാപമാണെന്നറിയാവോ? ഈശ്വരന്മാർക്ക് മുന്നിൽ നിങ്ങൾ ചെയ്ത ഈ കൊടും ക്രൂരതയ്ക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്തെന്നറിയാവോ? വിവാഹിതയായ ദിവസം തന്നെ, അതേ ദിവസം തന്നെ അവളുടെ കഴുത്തിലെ താലി അറുത്തു മാറ്റിയിരിക്കുന്നു. അത് ദൈവം ഒരിക്കലും പൊറുക്കുന്ന കാര്യമല്ല. അതിന് കിട്ടാൻ പോകുന്ന ശിക്ഷ നിങ്ങൾ കരുതുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് പറഞ്ഞ് ദേവനാരായണന്റെ മനസ്സ് തകർന്നുകൊണ്ട് ദേവനാരായണൻ വേദനയോടെ ഓരോ വാക്കുകളും ഉച്ചരിക്കുമ്പോൾ അടുത്തു നിന്ന് സുകുമാരി പറഞ്ഞു, ദേവാ, നിന്റെ ജീവനെ പേടിച്ച് എന്ന് പറഞ്ഞതും എന്റെ ജീവൻ, നിങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചിരുന്നോ? നശിക്കട്ടെ, എന്റെ ജീവൻ അങ്ങ് ഇല്ലാതാകട്ടെ. ഇങ്ങനെ ഇഞ്ചിഞ്ചായി ഇല്ലാതാകുന്നതിനേക്കാൾ ഭേദമല്ലേ? ആറ്റുവാശ്ശേരി ദേവനാരായണന്റെ മാനം കാക്കാനായി ഭാര്യയും അമ്മയും മകളും ചേർന്ന് നടത്തിയിരിക്കുന്ന വലിയ കൃത്യം, വലിയ വലിയ രഹസ്യം മൂടി വെച്ചിരിക്കുന്നു. ഇത്ര വലിയ പാപമാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയത് എന്ന് ചോദിച്ച് ദേവനാരായണൻ പൊട്ടിക്കരയുന്നു. ആറ്റുവാശ്ശേരിയിലേക്ക് എത്തിയ പ്രിയങ്കയെ കണ്ട് ദേവനാരായണൻ ചോദ്യങ്ങൾ ചോദിക്കണം. സുകുമാരിയും പ്രിയങ്കയും ചേർന്ന് നടത്തിയ നാടകത്തെക്കുറിച്ച് യഥാർത്ഥ സത്യം അറിയുന്ന ദേവനാരായണൻ എല്ലാവരും ചേർന്ന് പാവം ആ രാധികയുടെ ജീവിതമാണ് തകർത്തു കളഞ്ഞതെന്നും ഒരു അനാഥക്കുട്ടി എന്ന് പറഞ്ഞ് ആ പാവം കുട്ടിയുടെ ജീവിതം നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇല്ലാതാക്കിയതിന് ഈശ്വരന്റെ ശിക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ദേവനാരായണൻ ശമിക്കുമ്പോൾ ഇത് കേട്ട് നിന്ന പ്രിയങ്ക ദേഷ്യത്തോടെ ദേവനാരായണൻ ചോദിച്ചു, കുറെ നേരമായല്ലോ ഞങ്ങളെ എല്ലാവരെയും മാറി മാറി ചോദ്യം ചെയ്യുന്നു. ഞങ്ങൾ എന്തോ മഹാരഹസ്യം ഒളിപ്പിച്ചു വെച്ചു എന്ന രീതിയിൽ. അല്ല, അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ഉള്ളിലും ഉണ്ടാവൂലേ ഇതുപോലെ ഒരു രഹസ്യം? ആറ്റുവാശ്ശേരി ദേവനാരായണൻ രഹസ്യങ്ങളൊന്നും ഒളിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞെട്ടലോടെ ദേവനാരായണൻ നോക്കി. ഉടനെ പ്രിയങ്ക ചോദിച്ചു, അതെ, അമ്മയെ ചതിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഒരു സ്ത്രീയിൽ നിങ്ങൾക്ക് ജനിച്ച മകളാണോ ഈ രാധിക എന്ന് പറയുന്നവൾ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം കേട്ട് ദേവനാരായണന്റെ ചങ്ക് തകരുന്നു. സ്വന്തം മകൾ തന്റെ മേൽ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇന്നേ വരെ തന്റെ കുടുംബത്തെ മറന്ന് ജീവിച്ചിട്ടില്ലാത്ത ആ സാധു മനുഷ്യൻ അത് സഹിക്കാനാകാതെ വല്ലാത്ത വേദന ഹൃദയത്തിന് തോന്നി ബോധം കെട്ട് അവിടേക്ക് വീഴുന്നു. ദേവനാരായണന് കുടിക്കാനായി വെള്ളം കൊടുക്കുമ്പോൾ വെള്ളം പോലും കുടിക്കാതെ അപ്പോഴേക്കും ബോധം മറഞ്ഞ് വീട്ടിലേക്ക് വീഴുന്ന ദേവനാരായണൻ. ആ വാക്കുകൾ ദേവനാരായണന്റെ മനസ്സിനെ വല്ലാതെ തകർത്തു കളഞ്ഞുവെന്ന് ഈശ്വരയ്ക്ക് മനസ്സിലായി. പ്രിയങ്കയുടെ കർണത്തടിച്ചുകൊണ്ട് പ്രിയങ്കയോട് യശോദ ചോദ്യം ചെയ്തു, നീ വന്നത് നിന്റെ അച്ഛനെ ഇല്ലാതാക്കാനാണോടി? നിനക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്? നീ ഒറ്റയൊരുത്തി കാരണമാണ് ഈ കുടുംബം തകർന്നത് എന്ന് പറഞ്ഞ് യശോദ പ്രിയങ്കയെ ശപിക്കുന്നു. സ്വന്തം അച്ഛന്റെ ജീവൻ എടുക്കാനായിട്ടുണ്ടായവളെന്ന് പറഞ്ഞ് പ്രിയങ്കയോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായി യശോദ കൽപ്പിച്ചു. അവസാനം എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ പ്രിയങ്ക തന്റെ ജീവിതം അവസാനിപ്പിക്കാനായി ഒരു ഷാളിൽ കുരുക്കിട്ട് എന്നേക്കുമായി ഈ ജീവിതം ഇല്ലാതാക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകുന്ന പ്രിയങ്കയുടെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞ സുകുമാരി പ്രിയങ്കയ്ക്ക് പിന്നാലെ റൂമിലേക്ക് ഓടിയെത്തുമ്പോൾ കാണുന്ന കാഴ്ച, പ്രിയങ്ക തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഒരു ഷാളിൽ കുരുക്കിയിട്ട് അതിലേക്ക് തന്റെ തലയെടുത്ത് കയറ്റാൻ തുടങ്ങുന്ന കാഴ്ച കണ്ട് സുകുമാരി വേദനയോടെ മോളെ പ്രിയങ്കയെ എന്ന് ഉറക്കെ നിലവിളിക്കുന്നു.